ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബാക്കി വരുന്ന ചോറ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയോ പുട്ടിൻ്റെ പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമ്മുടെ ബാക്കി വന്ന ചോറാണ് കേട്ടോ. ഞാനിവിടെ പാലക്കാടൻ മട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും ഒഴിച്ച് ഫ്രീസറിൽ കട്ടയാവാൻ വേണ്ടി വെക്കണം. നമ്മളെ ചോറ് ഇപ്പോൾ കട്ടയായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് രാത്രിയാണ് ഫ്രീസറിൽ എടുത്ത് വെച്ചത് കേട്ടോ. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഇത് പുറത്തെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് അല്പം വെള്ളവും വെച്ച് നമുക്കിത് ഐസ് അലിയാനായിട്ട് വെക്കണം. നമ്മുടെ ചോറിൻ്റെ ഐസൊക്കെ ഇപ്പോൾ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് ഈ ചോറ് ഊറ്റിയെടുക്കണം. നമുക്ക് ചോറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം. വെള്ളത്തിൻ്റെ അംശം മാക്സിമം ഇല്ലാതെ തന്നെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് പുട്ടിൻ്റെ പാകത്തിൽ തന്നെ പൊടിഞ്ഞ് കിട്ടുന്നതാണ്. നമ്മുടെ ചോറ് കണ്ട കറക്റ്റ് പാകത്തിന് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ചോറ് കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുത്തത് കൊണ്ട് നമുക്കിത് പുട്ടിൻ്റെ പൊടി കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുട്ടിൻ്റെ പൊടിയോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടിയോ പുട്ടിൻ്റെ പൊടിയോ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിനി ഒരു പുട്ട് കുറ്റിയെടുത്ത് അതിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഈ പുട്ടിൻ്റെ മിക്സും കൂടി ഇട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈ പുട്ട് വെന്ത് കിട്ടുന്നതാണ്. നമുക്കൊരു 5 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ പുട്ട് പാനയിലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ട് വെന്ത് ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതുപോലെ ബാക്കിയുള്ള പുട്ടും കൂടി ചെയ്തെടുക്കണം.
നമുക്ക് ഇനി ചോറൊക്കെ ബാക്കി വന്നാൽ ഇതുപോലെ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. നല്ല സോഫ്റ്റായ പുട്ടനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് ഈ പുട്ട്. ഇത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബായ്.